എടാ തെണ്ടി സുരേഷ്, നീ ഇന്ന് നിന്റെ അവസാനമാടാ. കഴിഞ്ഞ ദിവസം പേര് പരാമർശിക്കാതെ ഒരു നടിയെ കുറിച്ച് പറഞ്ഞതായിരുന്നു. ഇതിനോട് ഉറച്ചു നിൽക്കും. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ശരീരം കാണിച്ചിളക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ പുച്ഛമാണ്. എന്താ ഉറക്കം വരുന്നു? ദാരിദ്ര്യം കൊണ്ടാണ് വ്യഭിചാരം ചെയ്യാൻ കുഴപ്പമില്ല, ദാരിദ്ര്യമല്ല. ഇതിനോട് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. എന്താണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണ് അപ്പൊ തോന്നുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അതല്ല സുഖം, നിനക്ക് സെറിബ്രൽ ഇഗ്നോറൻഷ്യ സിൻഡ്രോം എന്ന് വെച്ചാ വിവരക്കേട് വന്നപ്പോ മൈൻഡ് ചെയ്തില്ല, ഒട്ടും മൈൻഡ് ചെയ്തില്ല. എന്നെയും പെരേറെ അവഗണിച്ചു, അതുകൊണ്ടാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. അപ്പോ താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയോട് എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ പ്രതികരിക്കാറ്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. സാധാരണ എല്ലാവരും മര്യാദയ്ക്ക് സംസാരിക്കുന്നത്, ഇവര് മാത്രം മാറിയുന്നതാണ്. അവരെല്ലാം മര്യാദക്കാണ് ഇവർ പറയുന്നത്. പറഞ്ഞാൽ ആരുടെ ചെവിയിലിട്ട് വീഴ്ത്തൂല. നീ ആരാടാ അവളെ ഗുണദോഷിക്കാൻ? അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ, കേട്ടോ. ചൂടായിട്ട് നമ്മൾക്കത് റെസ്പെക്ട് ചെയ്യേണ്ടതല്ലേ? അവരെല്ലാം റെസ്പെക്ട് ചെയ്യേണ്ടത്, ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ടത് പറയുന്നില്ല. ആ സാഹചര്യത്തിൽ പറഞ്ഞാണ്. അതായത് തായിപ്പോയല്ലേ അമ്മ വളഞ്ഞിട്ടിടിക്കാത്തത് എന്റെ ഭാഗ്യം.